Dear students, today we can discuss the revenue concept. Okay, so the cost and the revenue are just like two different faces of the same coin. അല്ലേ റവന്യൂ ആൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ ഐറ്റം നമ്മുടെ ഒരു കോയിൻ്റെ രണ്ട് സൈഡാണെന്ന് പറയാം അല്ലേ. കോസ്റ്റ് റവന്യൂ ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും എന്തുണ്ടാവും, കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ രണ്ടും എന്താണ്, ഡിപ്പെൻഡൻ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇൻ ദി മോഡേൺ എക്കണോമിക്സ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം ഈസ് ഡിസ്കസ്ഡ് ഇൻ ടേംസ് ഓഫ് കോസ്റ്റ് ആൻഡ് revenue. Okay, so therefore the term revenue is an important in the concept of the economics. Okay, അപ്പം എക്കണോമിക്സിൽ നമ്മുടെ റവന്യൂ എന്നുള്ള കോൺസെപ്റ്റിന് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു ഇമ്പോർട്ടൻ്റ് റോള് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്താ റവന്യൂ എന്ന് നോക്കാം, അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, സോ റവന്യൂ സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എന്ത് പറയാം, ഇറ്റ് ഈസ് എ സെയിൽസ് റെസിപ്റ്റ് ആണെന്ന് പറയാം. Okay, so it is the amount of income which a firm receive by the sales of its output. Okay, so it is a moderately value of the output sold in the market. Okay, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചർ സാധനം ഉണ്ടാക്കിയിട്ട് അത് മാർക്കറ്റിൽ സെയിൽ നടത്തുമ്പം അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തെ നമുക്ക് എന്ത് പറയാം, റവന്യൂ എന്ന് പറയാം. Okay, so the revenue is the value of all sales of goods and services that is recognized by the company in a period. ഓക്കെ, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ആ കമ്പനി നേടുന്ന വരുമാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റവന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഡൂലെ ഈസ് ദൻ എക്കണോമിക്സ്. സോ he explained that the revenue concept, that is the revenue of a firm, its sales receipt or money receipts from the sale of product. ഓക്കെ, ആ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തെയാണ് എന്ത് ചെയ്യുന്നത്, റവന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ revenue means, once again I am repeat what you mean by revenue. Revenue represent the amount of the business earned by selling its products or providing services to its customers. Okay, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേം അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് കസ്റ്റമേഴ്സിന് വിൽക്കുമ്പം അവരുടെ അടുത്തിൽ നിന്നും സ്വീകരിക്കുന്ന ഇൻകത്തിന് അല്ലെങ്കിൽ അവരുടെ അടുത്തു നിന്ന് സ്വീകരിക്കുന്നത് എമൗണ്ടിനെ നമ്മൾ എന്ത് പറയുന്നത്, റവന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ എന്താ റവന്യൂ കോൺസെപ്റ്റ്, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി അടുത്തതിലോട്ട് പോകാം. ദെൻ വി can discuss the total revenue, the types of revenue, that is total revenue, average revenue and marginal revenue. Okay, there is you can see in this screen different types of revenue. Okay, ഇതൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു, അതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സോ നമുക്കൊന്നും കൂടി അത് എന്താണ് കോൺസെപ്റ്റ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി can discuss what you mean by total revenue. ഓക്കെ, ടോട്ടൽ റവന്യൂ റെഫേഴ്സ് ടു എന്തായിരിക്കും, ടോട്ടൽ സെയിൽസ് പ്രൊസീഡ് ഓഫ് എ ഫേം ബൈ സെല്ലിംഗ് ഇറ്റ്സ് ടോട്ടൽ ഔട്ട്പുട്ട് അറ്റ് എ ഗിവൺ പ്രൈസ്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സെയിൽസ് പ്രൊസീഡ് ബൈ സെല്ലിംഗ് ഇറ്റ്സ് ഔട്ട്പുട്ട് അറ്റ് എ ഗിവൺ പ്രൈസ്. അവരുടെ മൊത്തം സെയിൽസ് എന്ന് കിട്ടുന്ന എത്രയാണോ, മൊത്തം ആ പ്രൊഡക്റ്റിന് മുകളിൽ വരുന്ന വിൽക്കുമ്പോൾ വരുന്ന ഇൻകം എത്രയാണോ അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ സെയിൽസിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഗിവൺ പ്രൈസിൽ വെച്ചിട്ട് സെയിൽസ് നടത്തും അതിൽ നിന്നുണ്ടാകുന്ന ഇൻകത്തിന് അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന വരുമാനത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ മൾട്ടിപ്ലൈയിങ് ദ പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി വിത്ത് ദി total number of unit of the commodity sold. Okay, so it is mathematically expressed in terms of TR is equal to P into Q. Okay, where TR means total revenue, then P means price of the commodity, then Q means quantity of the output. Okay, for example, suppose a firm sell 100 unit of product at the price of 10 rupees 10 each. So the total revenue will be എന്തായിരിക്കും, ഒരു ഫേം 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ ഒരു യൂണിറ്റിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 അപ്പം നമ്മുടെ ടോട്ടൽ റവന്യൂ എത്ര ആയിരിക്കും, 10 × 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 1000. ഓക്കെ, എക്സാമ്പിൾ മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ വി can discuss the next
revenue concept, that is average revenue. ഓക്കെ, നമ്മൾ ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ കോസ്റ്റ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, റവന്യൂ ആയിരിക്കും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഓപ്പോസിറ്റായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇഫ് ദ റവന്യൂ ഏൺഡ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് ദ ആവറേജ് റവന്യൂ, ദാറ്റ് ഈസ് it is the revenue per unit to the commodity sold, and it is obtained by dividing the total revenue by the number of units to be sold. Okay, once again, it is the revenue per unit of the commodity sold. അതാണ് ആവറേജ് റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മാത്തമാറ്റിക്കലി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് AR ഈസ് ഈക്വൽ ടു TR ഡിവൈഡഡ് ബൈ Q. AR means average revenue, TR means total revenue, then Q means quantity sold. ഓക്കെ, നമ്മൾ ടോട്ടൽ എത്രയാണോ റവന്യൂ, അതിനെ എത്രയാണോ നമ്മളുടെ ഫേമിൽ സെയിൽ നടത്തിയിട്ടുള്ള ക്വാണ്ടിറ്റീൻ്റെ യൂണിറ്റ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് റവന്യൂ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ലെറ്റ്സ് ടു മൂവ് ടു അതർ ടൈപ്സ് ഓഫ് റവന്യൂ, ദാറ്റ് ഈസ് മാർജിനൽ റവന്യൂ. ഓക്കെ, മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫേം ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, എന്നാൽ മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ അഡീഷൻ ടു ദി ടോട്ടൽ റവന്യൂ ബൈ സെല്ലിംഗ് വൺ മോർ യൂണിറ്റ് ഓഫ് ദി കമ്മോഡിറ്റി. ഓക്കെ, clear ആണോ? once again, it is the additional revenue earned by selling an additional unit of commodity. അപ്പം അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ യൂണിറ്റ് സെയിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫോർ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ അഡീഷണൽ റവന്യൂ. ഓക്കെ, ഏൺഡ് ബൈ സെല്ലിംഗ് ദി അഡീഷണൽ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി. ക്ലിയർ ആണല്ലോ എന്താ മാർജിനൽ റവന്യൂ. ദെൻ we can move next topic, that is we can discuss the relationship among the AR, MR and TR. ഓക്കെ, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ ആൻഡ് ടോട്ടൽ റവന്യൂ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അതൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ ദ റിലേഷൻഷിപ്പ് എമംഗ് ദി AR, that is average revenue, marginal revenue and total revenue at various levels of output can be analyzed with the help of the following table. Okay, there is a 4 column is there. First column unit sold, total revenue and total average revenue and marginal revenue. ഓക്കെ, എന്താ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. ഇവിടെ പറയുന്നത് ആവറേജ് റവന്യൂ ഫോൾ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് കൂടി ഡിക്രീസ് ചെയ്യും, മാർജിനൽ റവന്യൂവും കൂടിയും താഴോട്ട് പോകും അല്ലെങ്കിൽ ഫോൾ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ അത് നിങ്ങൾക്ക് അതിൽ നിന്ന് ഗ്രാഫിൽ നിന്ന് അല്ലെങ്കിൽ ആ ടേബിൾ നമുക്ക് മനസ്സിലാക്കാം. 10, 9, 8 അതുപോലെ 10, 8, 6 താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ടോട്ടൽ റവന്യൂ ഇൻക്രീസസ് ബട്ട് അറ്റ് ഡിമിനിഷിങ് റേറ്റ്. ടോട്ടൽ റവന്യൂ അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം, പക്ഷേ അതെന്താണ്, ഹൈ റേറ്റിലല്ല, ഡിമിനിഷിങ് റേറ്റിലാണ്. ആദ്യം 8 കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറഞ്ഞ് വരികയാണ്, 4 അങ്ങനെയൊക്കെ ആയിട്ട് 2 ആയിട്ട് അങ്ങനെയൊക്കെ കുറഞ്ഞ് വരികയാണ്. ഓക്കെ, അതാണ് പറയുന്നത് ടോട്ടൽ റവന്യൂ ഇൻക്രീസ് ബട്ട് ഡിമിനിഷിങ് റേറ്റ്. ഓക്കെ, ദെൻ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ചിലപ്പം കൺഫ്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാവുന്നതന്നെ ഉള്ളൂ. ഓക്കെ, സോ ദ ടോട്ടൽ റവന്യൂ ഫോൾ വെൻ മാർജിനൽ റവന്യൂ ബിക്കം എ നെഗറ്റീവ്സ്. ഓക്കെ, ദെൻ ടോട്ടൽ റവന്യൂ വിൽ മാക്സിമം വെൻ മാർജിനൽ റവന്യൂ ബിക്കം 0. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ റവന്യൂവിൻ്റെ അവിടെ 6ാമത്തെ യൂണിറ്റ് സെയിൽ ചെയ്യുമ്പോൾ 30ആണ് അതിൻ്റെ മാക്സിമം പോയിന്റിൽ നിൽക്കുന്നത്. എന്നാൽ അതിൻ്റെ ടൈമിലുള്ള മാർജിൻ റവന്യൂവിൻ്റെ നേരെ നോക്കി നമുക്ക് കാണാം അതിൻ്റെ 0 ലെവലാണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ ടോട്ടൽ റവന്യൂ ഫോൾസ് വെൻ മാർജിനൽ റവന്യൂ ബിക്കം നെഗറ്റീവ്. ടോട്ടൽ റവന്യൂ ഒന്ന് 30 28 ആയിട്ട് മാറുമ്പോൾ അതുവരെ ഒരു ഇൻക്രീസ് ആണ് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് പിന്നെ കുറയാണ്, 6 7 യൂണിറ്റ് സോൾഡ് ചെയ്യുമ്പോൾ കുറയാണ്. ആ കുറയുന്ന കേസിൽ മാർജിനൽ റവന്യൂവിൻ്റെ കേസിൽ എന്തായിട്ടുണ്ട്, നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് വന്നത്, നെഗറ്റീവായിട്ട് മാറിയിട്ടുണ്ട് ആ എമൗണ്ട്. ഓക്കെ, ആ റവന്യൂ. ക്ലിയർ ആണോ? ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സോ ലെറ്റ് മി കൺക്ലൂഡ് ടുഡേ സെക്ഷൻ. താങ്ക് യു.